നമസ്കാരം. ഇന്ത്യ വ്യാപാരം ചെയ്യും, അത് ഇന്ത്യയുടെ മിടുക്ക്. അത് കണ്ട് പരാതി പറഞ്ഞു നടക്കുന്നത് അത്ര വലിയ കഴിവൊന്നുമല്ല. അതിന് വലിയ കഴിവാണെന്ന് അമേരിക്കയ്ക്ക് തോന്നുന്നുവെങ്കിൽ ഇനി അങ്ങനെ പരാതിയും പറഞ്ഞു നടക്കാം. ഇന്ത്യയുടെ മിടുക്ക് കൊണ്ടാണ് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ വാങ്ങുന്നതും അത് കൂടിയ വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യുന്നതും. എന്നാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ അമേരിക്ക പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും അതൊന്നും ഇന്ത്യക്ക് മുന്നിൽ ചെലവായില്ല എന്നു മാത്രമല്ല, പയറ്റിയതൊക്കെ അമേരിക്കയുടെ പാഴ് ജോലി മാത്രമായി മാറുകയായിരുന്നു. അതായത് ഇന്ത്യക്ക് മേൽ അമേരിക്കയെ ചുമത്താവുന്ന താരിഫുകളെല്ലാം ചുമത്തി ഇന്ത്യയെ നട്ടം തിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമമെല്ലാം പാളിപ്പോവുകയായിരുന്നു. ഇന്ത്യക്കു മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് ഇപ്പൊ കുറ്റം ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനവുമായി അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഹോബർട്ട് ലുട്നിക് എത്തിയിരിക്കുന്നത്. US വിപണിയുടെ നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യ, എന്നാൽ അവിടെ നിന്നുള്ള കയറ്റുമതിക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നാണ് പുതിയ ആരോപണം. അതായത് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നും അമേരിക്കയെ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയെന്നും എന്നിട്ട് അവിടെ നിന്നും ഒന്നും ഇന്ത്യ വാങ്ങുന്നില്ല എന്നതാണ് അമേരിക്കയുടെ പുതിയ പരാതി. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന വ്യാപാര നിലപാടിനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ലുട്നിക്കിന്റെ ആരോപണം. കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം വാങ്ങാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല എന്നാണ് വിമർശനം. 140 കോടി ജനങ്ങളുണ്ടെന്ന് ഇന്ത്യ വീമ്പ് പറയുകയാണെന്നും എന്തുകൊണ്ടാണ് അവർ ബുഷൽ അമേരിക്കൻ ചോളം വാങ്ങാത്തതെന്നാണ് ചോദ്യം. അവരെല്ലാം നമുക്ക് വിൽക്കുകയും നമ്മുടെ ചോളം വാങ്ങാതിരിക്കുകയും ചെയ്യുന്നത് ചൊടിപ്പിക്കുന്നില്ലേ എന്നാണ് അമേരിക്കയുടെ ചോദ്യം. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. അവർക്ക് എല്ലാത്തിനും മേലെ തീരുവ ചുമത്തുകയാണെന്നാണ് ലുട്നിക്കിന്റെ മറ്റൊരു പരാതി. ഇന്ത്യ തീരുവ കുറച്ചേ മതിയാവൂ എന്നും അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി. ഇന്ത്യ, കാനഡ, ബ്രസീൽ തുടങ്ങിയ സഖ്യകക്ഷികളുമായുള്ള ബന്ധം വ്യാപാര തീരുവകളിലൂടെ അമേരിക്ക വഷളാക്കുകയാണോ എന്ന ചോദ്യത്തിനായിരുന്നു ലുട്നിക്കിന്റെ മറുപടി. ഇപ്രകാരമായിരുന്നു: ബന്ധം ഏകപക്ഷീയമാണ്. അവർ ഞങ്ങൾക്ക് വിൽക്കുകയും ഞങ്ങളെ മുതലെടുക്കുകയും ചെയ്യുകയാണെന്നും അവർ അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും തങ്ങളെ തടയുന്നുവെന്നും അതങ്ങനെയാണ്. ഇന്ത്യയോട് കളിക്കുമ്പോൾ നോക്കി കളിക്കുക, ഇല്ലെങ്കിൽ തിരിച്ചടികൾ അമേരിക്കയുടെ കണക്ക് കൂട്ടലിനും അപ്പുറമായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച